ഇവർ കണ്ടു ഗെയിം നൈറ്റ്, ഇവർ കണ്ടതോ ഡേറ്റ് നൈറ്റ്. ഈ ചങ്കുകൾ കണ്ടതോ അവനവൻ ഇഷ്ടപ്പെട്ട പാർട്ടി. ഹാവൽസ്, ഓരോ ലൈറ്റിലും ഡിലൈറ്റ്. KSKTU ഇടക്കൊച്ചി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടക്കൊച്ചി ചെട്ടിപ്പാടത്ത് പൊക്കാളി കൃഷിക്ക് വിത്ത് വിതച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഇടക്കൊച്ചി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാടശേഖര സമിതിയുമായി ചേർന്ന് ഇടക്കൊച്ചി ചെട്ടിപ്പാടം പൊക്കാളി കൃഷിക്കായി വിത്ത് വിതയുടെ ഉദ്ഘാടനം KSKTU സംസ്ഥാന ട്രഷറർ CB ദേവദർശൻ നിർവഹിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ പാടശേഖര സമിതി പ്രസിഡന്റ് ടോണി കളപ്പുരക്കൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഇടക്കൊച്ചി വില്ലേജ് സെക്രട്ടറി OP സുരേഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി NK ധർമ്മജൻ നന്ദിയും പറഞ്ഞു. 1968 കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയനായി മാറി. ആ സംഘടന നെൽവേഗ തൊഴിലാളിക്ക് വേണ്ടിയായിരുന്നു പൊരുതിക്കൊണ്ടിരുന്നത്. കൂലി വേണം. പണ്ട് കൂലിയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഇങ്ങനെ പാത്രം കൂലി തന്നെ നെല്ലാണ്. ആ നെല്ലിന്റെ അടിയിൽ മുഴുവൻ തുളയായിരിക്കും. അപ്പൊ നല്ല നെല്ലൊക്കെ താഴേക്ക് പോകും. അവശേഷിക്കുന്നത് പതിരായിരിക്കും, മങ്കും പതിരും. കൂലി അതായിരുന്നു. പിന്നെ പാത്രം കാണിക്കുന്നത് തന്നെ കള്ള അളവ് പാത്രമായിരുന്നു. പറക്കൊക്കെ കള്ള അളവായിരുന്നു. കാരണം കുറച്ച് ചാടി പോകും. അളവ് പാത്രം എന്ന് പറഞ്ഞാൽ തൊഴിലാളിക്ക് കൂലി കൊടുക്കാതെ അവരെ പ്രയാസപ്പെടുത്തുക, തൊഴിലാളിയെ ജാതീയമായി പറഞ്ഞ് അധിക്ഷേപിക്കുക, അടിമതുല്യമായി ജീവനം നയിക്കുക. യൂണിയൻ ഏരിയ സെക്രട്ടറി MS ശോഭിതൻ, കർഷക സംഘം ഏരിയ പ്രസിഡന്റ് AM ഷെരീഫ്, KSKTU ഏരിയ ട്രഷറർ അഡ്വക്കേറ്റ് PS ബിജു, പാടശേഖര സമിതി സെക്രട്ടറി വിൻസി ഫ്രാൻസിസ്, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PH ഹാരിസ്, യൂണിയൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി NS സുനീസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തീർച്ചയായും രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, മത്സ്യകൃഷി കഴിഞ്ഞ് തുടർച്ചയായി നെൽകൃഷി നടത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഈ കെട്ട് എടുത്ത് അത് ലാഭകരമാക്കുന്ന കാര്യത്തിൽ ചെട്ടിപ്പാടത്തിനും അതിൻ്റെതായ ഒരു സാമ്പത്തിക നേട്ടമുണ്ടാകാത്ത നിലയിലുള്ള അവസ്ഥ സംജാതമായി. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.